കാട്ടുതീയിൽ വെന്തുരുകി അമേരിക്കൻ സംസ്ഥാനങ്ങൾ. ആധുനിക യുഎസ് ചരിത്രത്തിലെ ഏറ്റവും നാശനഷ്ടം വരുത്തിയ ദുരന്തത്തീയാണ് ആളിപ്പടരുന്നത്. 16 പേർ വെന്തുമരിച്ചു. ഹോളിവുഡ് താരങ്ങളുടേതടക്കം ആയിരക്കണക്കിന് വീടുകൾ കത്തിയമർന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ലോസ് ആഞ്ചലസിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 38,000 ഏക്കറിൽ തീ പടർന്നപ്പോൾ 11,636 ലക്ഷം കോടിയുടെ നഷ്ടമുണ്ടായെന്ന് അധികൃതർ. തീപിടുത്തത്തെ വൻ ദുരന്തമായി പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ. ആധുനിക അമേരിക്കയുടെ ചരിത്രത്തിലെ ശക്തമായ കാട്ടുതീ ലോസ് ഏഞ്ചൽസിലും മറ്റും സർവനാശം വിതച്ച് ആളിപ്പടരുന്നു. വെള്ളിയാഴ്ച തുടങ്ങിയ കാട്ടുതീ 6 മേഖലകളിൽ കൂടി ശക്തമായി പടരുന്നു. കാട്ടുതീക്ക് ശമനമുണ്ടാകാൻ സാധ്യതയില്ലെന്ന അറിയിപ്പ് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ശക്തമായ ചൂടുകാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ കനത്ത ജാഗ്രതയ്ക്കായി റെഡ് ഫ്ളാഗ് മുന്നറിയിപ്പ് അധികൃതർ പുറപ്പെടുവിച്ചു. ലോസ് ഏഞ്ചൽസിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മേഖലയിലെ വായു ഗുണനിലവാരം മോശമായ സാഹചര്യത്തിലാണ് തീരുമാനം. ലോസ് ഏഞ്ചൽസിന്റെ വിവിധ ഭാഗങ്ങളിൽ ചാരവും പുകയും നിറഞ്ഞ അവസ്ഥയിലാണ്. അതിനിടെ പസഫിക് പാലിസേഡ്സ് മേഖലയിൽ ആശങ്കാജനകമായ സാഹചര്യം തുടരുകയാണ്. ഗ്രനേഡ ഹിൽസിലും കാട്ടുതീ പൊട്ടിപ്പുറപ്പെട്ടു. ഇതോടെ ലോസ് ഏഞ്ചൽസിൽ സജീവമായി തുടരുന്ന കാട്ടുതീകളുടെ എണ്ണം 6 ആയി. ബ്രൈന്റ് വുഡ്, സാൻ ഫെർണാണ്ടോ താഴ്വര എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് തുടരുന്നു. തീപിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ജീവനും കൊണ്ടോടുകയാണ്. പസഫിക് പാലിസേഡ്സ്, ആൾട്ടഡീന, പാസഡീന, സിൽമർ തുടങ്ങിയ പ്രദേശങ്ങൾ കാട്ടുതീ ചുട്ടരിച്ചു. ഇവിടങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. ഹോളിവുഡ് ഹിൽസിൽ പടർന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമായതായി അധികൃതർ അറിയിച്ചു. കാട്ടുതീ ഹോളിവുഡ് സിനിമാലോകത്തെയും സ്തംഭിപ്പിച്ചു. ഷൂട്ടിംഗും സിനിമാ പ്രദർശനങ്ങളും നിർത്തിവച്ചു. 31ാം ആക്ടേഴ്സ് ഗിൽഡ് അവാർഡ് നോമിനേഷൻ ചടങ്ങ് റദ്ദാക്കി. ഹോളിവുഡ് സിനിമാ ലോകത്തെ പലരുടെയും വീടുകൾ കത്തിച്ചാമ്പലായി. ഹോളിവുഡ് സൂപ്പർസ്റ്റാറും മുൻ കാലിഫോർണിയ ഗവർണറുമായ അർണോൾഡ് ഷ്വാസ്നെഗർ, സിഡ്നി ചീഫ് എക്സിക്യൂട്ടീവ് ബോബ് ഇഗർ, NBA താരം ലെബ്രോൺ ജെയിംസ് എന്നിവരുടെ വീടുകളും കാട്ടുതീ ഭീഷണിയിലാണ്. ഈ തീകൾ തമാശയല്ലെന്ന് ലെബ്രോൺ ജെയിംസ് ട്വീറ്റ് ചെയ്തു. തന്റെ വീട് അടിയന്തരമായി ഒഴിയേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടുതീ ഒറ്റ രാത്രി കൊണ്ട് വീണ്ടും ശക്തമാകുമെന്ന അധികൃതരുടെ മുന്നറിയിപ്പ് ജനങ്ങളിൽ വീണ്ടും ഭീതി വർദ്ധിപ്പിച്ചു. 7,500-ലേറെ അഗ്നിരക്ഷാ പ്രവർത്തകർ തീകെടുത്തുവാനുള്ള കഠിന ശ്രമത്തിലാണ്. വരണ്ട കാറ്റാണ് തീകെടുത്തൽ പ്രയാസമാക്കുന്നത്. ദുരന്തത്തിന്റെ നാശം കാണുമ്പോൾ അണുബോംബ് ഇട്ടതുപോലെയാണെന്നാണ് തോന്നുന്നതെന്ന് ലോസ് ഏഞ്ചൽസ് നിയമനിർവഹണ ഏജൻസി മേധാവി റോബർട്ട് ലൂണ പറഞ്ഞു. തീപിടുത്തം ശക്തമായതിനെ തുടർന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറ്റലിയിലേക്കുള്ള തന്റെ ഔദ്യോഗിക സന്ദർശനം റദ്ദു ചെയ്തു. തീപിടുത്തത്തെ വൻ ദുരന്തമായി ബൈഡൻ പ്രഖ്യാപിച്ചു. അതിനിടെ അഗ്നിബാധയിലെ ബാധ്യത എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിലാണ് ഇൻഷുറൻസ് കമ്പനികൾ. ഇൻഷുറൻസ് കമ്പനികൾക്ക് ഫെഡറൽ സഹായം നൽകുമെന്നും ഭവന വായ്പാ തിരിച്ചടവിന് സാവകാശം നൽകുമെന്നും ജോ ബൈഡൻ അറിയിച്ചു. തെക്കൻ കാലിഫോർണിയയിൽ 6 മാസത്തേക്ക് ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുടെ ചെലവിന്റെ 100% സർക്കാർ വഹിക്കുമെന്ന് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു. നടി പാരീസ് ഹിൽട്ടൺ തന്റെ NGO വഴി അടിയന്തര ധനസമാഹരണ ഫണ്ട് തുറന്നു. ഫണ്ടിലേക്ക് പാരീസ് $1 ലക്ഷം സംഭാവന നൽകി. അതേസമയം അഗ്നിശമന സേനയില് ജനക്ഷാമമുണ്ടായതിനെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം ആവശ്യപ്പെട്ടു. ഇവിടെ തീ ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാത്തതിൽ ജനരോഷവും ശക്തമാണ്. വിദ്യാർത്ഥികൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കാലിഫോർണിയ സർവകലാശാല നിർദ്ദേശിച്ചു. കനത്ത ചൂടിനെ തുടർന്ന് ന്യൂയോർക്കിൽ 2 ഇടങ്ങളിൽ തീപിടുത്തമുണ്ടായതും ജനങ്ങളുടെ ഭീതി വർദ്ധിപ്പിച്ചു. അമേരിക്കക്കാരെ ഭീതിയിലാഴ്ത്തി പടരുന്ന കാട്ടുതീക്ക് പിന്നിൽ മനുഷ്യരാണോ എന്ന സംശയം അധികൃതർ തള്ളിക്കളയുന്നില്ല. തീക്ക് പിന്നിൽ മനുഷ്യ ഇടപെടലുണ്ടെന്ന സംശയത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു.